ഗോൾഡൻ ഡോം എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം പുതിയതായി പുറത്ത് ഇറക്കുന്നതിനും തൊട്ട് മുന്നോടിയായി തന്നെ കാലിഫോർണിയയിലെ സൈനിക താവളത്തിൽ ഒരു വലിയ മിസൈൽ പരീക്ഷണം നടന്നിരുന്നു. ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനമാണ് അമേരിക്ക പരീക്ഷിച്ചത്. 4500 കിലോമീറ്റർ ആയിരുന്നു ടെസ്റ്റിംഗ് റേഞ്ചായിട്ട് വെച്ചിരുന്നത്. പക്ഷേ ഈ ഹൈപ്പർസോണിക് മിസൈൽ ലോകത്തെവിടെയും പറന്നെത്താൻ കഴിയുമെന്നും വലിയ നാശനഷ്ടം വരുത്താൻ കഴിയുമെന്നുമാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും അതിന് മറുപടിയുമായി ഇപ്പോൾ റഷ്യ എത്തിയിരിക്കുന്നു. 2018 വികസിപ്പിച്ചു തുടങ്ങിയ റഷ്യയുടെ അവാൻ ഹൈപ്പർസോണിക് ഗ്ലൈഡർ വെഹിക്കിൾ ലോഞ്ച് ചെയ്യാൻ ഒരുങ്ങുന്നു. ലോകത്തെവിടെയും പറന്നു ചെന്ന് സർവനാശം വരുത്താൻ റഷ്യയുടെ ഈ ഹൈപ്പർസോണിക് മിസൈലിന് കഴിയുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 34,000 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച്. അമേരിക്ക ഇപ്പോൾ പരീക്ഷിച്ച മിസൈലിൻ്റെ ഫുൾ റേഞ്ച് എത്രയാണ് എന്നവർ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും അവർ ടെസ്റ്റ് നടത്തിയത് 4500 കിലോമീറ്ററാണ്. അത് ലോകത്തെവിടെയും എത്താൻ കഴിയുന്ന ഒരു മിസൈലാണെന്ന് കൂടി അമേരിക്ക പറയുമ്പോൾ ഇത് 34,000 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈലാണ് പുറത്തിറക്കിയത്. ഇതിൽ ഈ മിസൈൽ ലോഞ്ചറിൽ സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ തന്നെ കയറിയിരുന്നാണ് മാധ്യമങ്ങളോട് പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറഞ്ഞത്, ഇത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തെ ആയുധ വിപണിയിലേക്ക് ഞങ്ങളുടെ ഒരു ചുവടുവയ്പ്പാണ് എന്നാണ്. ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലാണെങ്കിൽ ഇനി ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത് ഹൈപ്പർസോണിക് മിസൈലാകും. ഏതായാലും ഇതിൻ്റെ പരീക്ഷണം ഇന്ത്യയിൽ നടക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്ത്യ ഒരു മിസൈൽ പരീക്ഷണത്തിന് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിരുന്നത്. ഏതായാലും കാശ്മീരിൽ നിന്നും കന്യാകുമാരിയിലേക്കുള്ള നമ്മുടെ ദൂരപരിധി 3400 കിലോമീറ്ററാണ്. അതായത് ഇപ്പോൾ ഈ റഷ്യ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചാണെങ്കിൽ അതിന് എത്താൻ വേണ്ട സമയം 6 മിനിറ്റ്. അതായത് കേവലം 10 മിനിറ്റ് കൊണ്ട് ഏത് വലിയ ദൂരത്തുള്ള രാജ്യത്തിൻ്റെ നഗരങ്ങളിൽ പറന്നെത്താൻ ഈ ഹൈപ്പർസോണിക് മിസൈലിന് കഴിയും. ബ്രഹ്മോസ് ഉണ്ടാക്കിയ നാശനഷ്ടം പാകിസ്ഥാനോട് ചോദിച്ചാൽ മനസ്സിലാകാൻ കഴിയും. ഏതായാലും ഒരു വശത്ത് അമേരിക്ക അവരുടെ ആയുധബലം മൂർച്ച കൂട്ടുമ്പോൾ മറുഭാഗത്ത് റഷ്യയും ഇന്ത്യയും ചേർന്ന് ഒരു വലിയ നീക്കം തന്നെ നടത്തുന്നു. ഇതിനിടയിൽ കേൾക്കുന്ന മറ്റൊരു വാർത്ത, ചൈനയും ചില പരീക്ഷണങ്ങൾക്ക് മുതിരുന്നു എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.